പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിഴിഞ്ഞത്തെ വൻതോതിലുള്ള വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിൽ അദാനി കമ്പനി നൽകിയ അപേക്ഷ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനും വെസൽ മാനേജിംഗ് ഡയറക്ടർ കൺവീനറും തുറമുഖ നിയമ സെക്രട്ടറിമാർ അംഗങ്ങളുമായ സമിതിയാണ് ഈ കരാർ പരിശോധിക്കുക. അദാനി നൽകിയ കത്തിൽ 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാമെന്ന കരാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. ഈ വലിയ ഒരു നിക്ഷേപം 13,000 കോടിയോളം വരുന്ന നിക്ഷേപം MSC കമ്പനി വിഴിഞ്ഞത്തേക്ക് ഇറക്കുമെന്ന വാർത്തകൾ വന്നു. അത് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ആശങ്കാവണ്ണം ഉന്നയിച്ചു. അതേ ആശങ്ക സർക്കാരിനുണ്ടെന്ന മറുപടി മുഖ്യമന്ത്രിയും നൽകി. പിന്നാലെ ഈ ചർച്ചകൾ വീണ്ടും സജീവമായി തന്നെ നിലനിൽക്കെ എന്താണ് സർക്കാരിന്റെ പുതിയ നീക്കം ഈ വിഷയത്തിൽ? ഹാൻസ്. സേതു, ഈ വിഴിഞ്ഞത്ത് MSC കമ്പനി ഓഹരി നിക്ഷേപം നടത്തുന്നതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഓഹരി കൈമാറ്റം സംസ്ഥാന സർക്കാർ അറിയാതെയാണ് എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ തന്നെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയം അറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ തന്നെ പറയുന്ന സ്ഥിതിയുണ്ടായി. ഇതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകുന്ന നടപടി ഉണ്ടായത്. ഈ കത്ത് പ്രകാരം 1 വർഷത്തിന് ശേഷം ഈ വാണിജ്യമായി ഈ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് 1 വർഷത്തിന് ശേഷം ഈ തങ്ങളുടെ പക്കലുള്ള ഓഹരിയുടെ 74% വിൽക്കാനാകും എന്നുള്ളൊരു ലീഗൽ വശമാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിൻകാലത്ത് സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണ് ഈ ഓഹരി കൈമാറ്റം എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയത്. ഈ കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു എംപവേർഡ് കമ്മിറ്റിക്ക് രൂപീകരിച്ചുകൊണ്ട് ഈ തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ കത്ത്, അല്ലെങ്കിൽ ഈ വിഷയം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനാണ് ഈ കമ്മിറ്റിയുടെ. അതിനോടൊപ്പം തന്നെ വിസിൽ MDയും തുറമുഖ, അതിനോടൊപ്പം തന്നെ നിയമ വകുപ്പ് സെക്രട്ടറിമാർ ഈ എംപവേർഡ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ഈ കത്തുമായി ബന്ധപ്പെട്ടും അതിനോടൊപ്പം തന്നെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ശുപാർശകൾ നൽകാനുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് നൽകും. അതിനുശേഷമായിരിക്കും ഈ എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെയും ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ തീരുമാനിക്കുക. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. 5 കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കുക. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടും രാജ്യസുരക്ഷയെ ബാധിക്കാത്ത രീതിയിലായിരിക്കും ഈ ഓഹരി കൈമാറ്റമെന്നും മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സേതു. ഓക്കെ ഹാൻസേ.